ഹലോ ലവ്ലി പീപ്പിൾസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഡേ 3 സെക്കൻഡ് പാർട്ടാണ്. ഇപ്പം നമ്മൾ ഐൻ ഹംറാനിൽ നേരെ ഇറങ്ങിയത് ഐൻ റസാട്ടിലോട്ടാണ്. ഐൻ റസാട്ട് എന്ന് പറയുന്ന സ്ഥലം ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ഇൻ സലാലയാണ്. അതായത് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ നാച്ചുറൽ സ്പ്രിങ്സ് ഇൻ ദി വേൾഡ് എന്ന് പറയാം. നല്ല ലാൻഡ്സ്കേപ്പുമായിട്ട് അതവിടെ എന്താ പറയുക, അവിടുത്തെ വെള്ളം ഒഴുകി വരുന്നത് ഒരു ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ. അതായത് മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ഇൻ സലാല, ദോഫർ എന്നൊക്കെ എന്ന് ഉള്ള സ്ഥലം ഈ ഐൻ റസാട്ടാണ്. ഇവിടെ നിന്നാണ് കൂടുതൽ വെള്ളം കളക്ട് ചെയ്യപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. സ്പ്രിംഗ് വാട്ടർ കൂടുതലും വരുന്നത് ഇവിടെയാണത്രേ. അപ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ നാച്ചുറൽ സ്പ്രിങ്സ് ഇൻ ദി വേൾഡ് എന്നാണ് ഐൻ റസാട്ടിനെ പറയണത്. മലമുകളിൽ നിന്ന് ചെറിയ ചെറിയ നീരാവി പോലെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പ്രിങ്സ് എന്നൊക്കെ പറയാം, അതുപോലെ ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് ഒരു വലിയൊരു പൂളിലോട്ട് കളക്ട് ചെയ്യാം. അതിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പൂൾ ഒരു പൂള് പോലെ തോന്നും, കാരണം ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. നമുക്ക് അടിഭാഗമൊക്കെ നന്നായി കാണാൻ പറ്റും. ഈ പാറകളൊക്കെ ആയിട്ടും ഒഴുക്കുണ്ട്. ചില ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ട്, ചില ഭാഗത്ത് അങ്ങനെ മെല്ലെ ഒഴുകി പോകണുള്ളൂ. അപ്പോൾ അതൊരു നീണ്ടു കിടക്കുന്നൊരു ലേക്ക് പോലെ, ഒരു സ്മോൾ ലോങ് പോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങറ്റത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. അതായത് അതിങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കുന്നത് വലിയ മൗണ്ടെയ്ൻസും അതിൻ്റെ ഇടയിലെ കുഞ്ഞു കുഞ്ഞു കേവ്സുമായിട്ടാണ് അത് സറൗണ്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിലിറങ്ങി കളിക്കാൻ പറ്റും, കാരണം വലിയ ആഴമൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും. അപ്പോൾ അവിടെ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, ആ മഴയും പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പച്ചപ്പ് വിരിച്ചിരിക്കുന്ന മൗണ്ടെയിനും ആ മൂടൽമഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. വെള്ളം കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ഇവിടുത്തെ കളക്ഷൻ ഓഫ് വാട്ടർ സലാലയിലെ മെയിൻ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഐൻ റസാട്ട് എന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഐൻ റസാട്ട്. കണ്ട ഇവിടെ അങ്ങനെയാണ് ഒഴുക്ക് കാണാനില്ല. അപ്പോൾ ഒരു പോണ്ട് പോലെയാണ് തോന്നുക ഇവിടെ ഇങ്ങനെ. പിന്നെ ആ സൈഡിലോട്ട് ഒഴുകുന്നുണ്ട്, പക്ഷെ നമുക്ക് ഭയങ്കര ഒഴുക്കായിട്ട് തോന്നില്ല. ആ ഭാഗത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ആ സ്ഥലത്തു നിന്ന്. പിന്നെ അറ്റത്തുണ്ട്, അറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങണം. പക്ഷെ നമ്മൾ നടുവിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ എന്നിട്ട് ഈ ഒരു കേവ് ഉണ്ട് ഇവിടെ, അപ്പോൾ ആ കേവും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ ഒരു വ്യൂ. അവിടെ നിന്ന് നോക്കുമ്പോൾ, ആ കേവിൻ്റെ അവിടെ നിന്ന് നോക്കും, കേവ് കയറുന്നതിന് മുന്നേ ഒരു സൈഡിലൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതായിരുന്നു ഒരു വ്യൂ എന്ന് പറയണത്. അപ്പോൾ ഓൾറെഡി കുറേ ഡെസ്റ്റിനേഷൻ കണ്ട് വന്ന് ഉച്ച സമയമായി, ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിലില്ലാത്ത കാരണം കുഴപ്പമില്ല. പക്ഷേ നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് മെയിനായിട്ട് കഴിക്കുക, പിന്നെ ഡിന്നറാണ്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിപ്പൊന്നും നടക്കില്ല. അങ്ങനത്തെ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഇടയിലുണ്ടാവില്ല. പിന്നെ സിറ്റിയിലോട്ട് വിടണം. അപ്പോൾ അതിനൊന്നും നിന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോ പോയിൻ്റുകളിലും നമുക്ക് പീസസ് ഓഫ് മാംഗോസ് കിട്ടും. അത് നല്ല പഴുത്ത മാംഗോ, നല്ല ടേസ്റ്റായിരുന്നു. നല്ല മൂവാണ്ടൻ മാങ്ങയുടെയൊക്കെ ഒരു രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിടയ്ക്ക് വാങ്ങിച്ച് കഴിച്ചിരുന്നു. ചില സ്ഥലത്ത് 500-600 പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ ചില സ്ഥലത്ത് 1 റിയാലൊക്കെ ആവുക. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ച് കഴിച്ചിരുന്നു, 1-2 പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ ഐസ്ക്രീമും അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഇനി വൈകിട്ട് ഡിന്നറായിട്ട് തന്നെ മെയിനായിട്ട് കഴിക്കുള്ളൂ. അപ്പം നമ്മളവിടുന്ന് ഈ കേവിലൊക്കെ ഒന്ന് കയറി അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോക്ക് കൊണ്ട് എന്തൊക്കെയോ ഓരോ പേരും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് അവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. സ്പ്രിംഗ് വാട്ടറും ചാറ്റൽ മഴയും പോണ്ടും ലേക്കൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് വെള്ളം കാണുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിനൊന്നും നിന്നില്ല. പിന്നീട് ഇവിടേക്ക് പിന്നീട് ചേട്ടൻ്റെ കൂടെ വീണ്ടും വന്നു. ചേട്ടനും ഫാമിലിയായിട്ട് വീണ്ടും വന്നിരുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെ അതും കണ്ട് അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വിടാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ടോയ്ലറ്റ്സ് അവൈലബിൾ ആയ കാരണം അതൊരു നല്ല കാര്യമായിരുന്നു. പബ്ലിക് ടോയ്ലറ്റ്സ് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. ക്ലീനും ആയിരിക്കും, അവിടെ ക്ലീൻ ചെയ്യാനും എപ്പോഴും ഒരാളും ഉണ്ടാവും. നമുക്കതിന് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറെ എൻട്രി ഫീയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ ഈ പിന്നെ പബ്ലിക് ടോയ്ലറ്റ്സും ലേ ഓഫും ഒക്കെ ഉള്ള കാരണം നമുക്കധികം ക്ഷീണവും കാര്യങ്ങളും വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി അടുത്തത് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഐൻ സഹൽനൂത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ സലാലയാണ്, പ്രത്യേകിച്ച് ഖരീഫ് സീസണിൽ. പക്ഷേ ഇവിടെ വെള്ളം ആയി വരുന്നേ ഉള്ളൂ. അതായത് വെള്ളമുണ്ട്, ലേക്കാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ലേക്കാണ്, ലേക്ക് വിത്ത് നല്ല സീനറിയൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. പക്ഷേ എന്താ പറയുക, നമ്മൾ ജൂലൈയിലല്ലേ, ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ലോണം വെള്ളം, നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ വെള്ളമാവും എന്നാണ് പറയണത്. വെള്ളം ആ ലേക്കിൽ നിന്ന് മഴയൊക്കെ ആയിട്ട് ഒലിച്ചിറങ്ങും എന്നാണ് പറയണത്. അതും ഇങ്ങനെ പാറകളും കുഞ്ഞു കുഞ്ഞു കേവ്സുമാണ് അതിന് ചുറ്റുപാടുള്ളത്. നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെയും ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് ചേട്ടൻ്റെ കൂടെ വന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്ന പോലെയായിരുന്നു. ഒരു വാട്ടർ ഫ്ലോ ഉണ്ടായിരുന്നു ഇവിടെ. ഈ നടക്കുന്ന സൈഡിലൊക്കെ കുറേശ്ശെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ചെറിയ ഒഴുക്ക് പോലെയൊക്കെ ഉണ്ടാവും തോന്നുന്നു. നമുക്ക് അങ്ങനെ വലിയ ഒഴുക്കല്ല, എന്നാലും ഉണ്ടാവുന്ന ആണ് തോന്നണത്. മഴ ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല മഴ പെയ്ത് എല്ലായിടത്തും ഈ ഓരോ അയിനുകളിലും നല്ലോണം വെള്ളമാവും എന്നാണ് പറയണത്. കണ്ട ഇവിടെയും ഉണ്ട് ഇതിന് സൈഡിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കേവ്സ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിയർ വാട്ടർ ആയിട്ടുള്ള ഒരു ലേക്കാണ് വിത്ത് നല്ല സീനറി. നല്ല രസമാണ് കാണാനായിട്ട്, അടിപൊളിയാണ് കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ തന്നെയാണ് ഇവിടെ. നമുക്ക് ഫുൾ ഇങ്ങനെ ലേക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റും. ഫിഷുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെയും കാണാനായിട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയത് പിങ്ക് ലേക്കാണ്. ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു അത്. പക്ഷേ അവിടെ ഇപ്പോൾ എന്തോ ആൾക്കാർ ഒന്നും വരുന്ന കണ്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അത് ഓഫ് റോഡാണ് കാണിച്ചത്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി വീണ്ടും ഇട്ടപ്പോഴും ആ വഴി കൂടെ തന്നെ. അപ്പോൾ പക്ഷേ അവിടെ എന്തോ ഇപ്പം റെസ്ട്രിക്റ്റഡ് ഏരിയ പോലെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. ചുറ്റും എന്തോ മിലിറ്ററിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ജസ്റ്റ് പോയി നോക്കി. അപ്പോൾ ഇങ്ങനെ കണ്ടു ഈ എന്താ ദാർസിസ് അങ്ങനത്തെ എന്തോ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഗൂഗിൾ മാപ്പ് അതായത് ഈ പിങ്ക് ലേക്ക് ഉള്ളത്. പിങ്ക് കളർ ആവാൻ കാരണം ആൽഗയുടെ അംശവും ഹാലോ ബാക്ടീരിയയും ഉള്ളത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും നമുക്കറിയില്ല. അതിൽ തൊടാനോ ഇതാക്കാനോ ഒന്നും പാടില്ല. എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും തോന്നുന്നു. പക്ഷേ ഇത് നമ്മൾ വീഡിയോസൊക്കെ ഓരോരുത്തർ ഇട്ട് കണ്ടിട്ടുണ്ട്. നല്ല ആൾക്കാരുടെ തിരക്കൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. അവിടെ അങ്ങനെ ചിപ്സിൻ്റെ കവറും വെള്ളത്തിൻ്റെ കുപ്പി ബോട്ടിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എന്താണാവോ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ അതിൻ്റെ റീസണൊന്നും നമുക്കറിയില്ല. നമ്മൾ ആ ലിസ്റ്റിലുള്ള കാരണം എന്തായാലും ഇട്ടിട്ട് ഗൂഗിൾ മാപ്പോട് കൂടി പോയി നോക്കിയതാണ്. അപ്പോൾ അത് കണ്ടു അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഐൻ ഗർസിസിലോട്ടാണ്. ഐൻ ഗർസിസ് അതും നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഉള്ളൊരു ഡെസ്റ്റിനേഷനാണ്. പക്ഷെ അവിടെ വെള്ളം ആയിട്ടുണ്ടായിരുന്നില്ല. സ്പ്രിംഗ് വാട്ടറും ലേക്കൊക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നാണ് പറയണത്. പക്ഷേ ലേക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സ്പ്രിംഗ് വാട്ടർ ഒരു കേവിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് അത് ചാലാക്കിയിട്ട് അവരിങ്ങനെ ഒഴുക്കി വിടുന്ന ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ കേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേവ് കയറി കണ്ടു. അതുപോലെ ആ ഒരു സ്പ്രിംഗ് വാട്ടർ ഒഴുകി പോകുന്ന ഒരു സ്ഥലവും കണ്ടു. കേവ് ഇവിടെ ഈ മെയിൻ അയിനുകളിലൊക്കെ ചുറ്റും ഇങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കണം ഇങ്ങനത്തെ കുഞ്ഞ് മൗണ്ടെയ്ൻസും കേവ്സൊക്കെ ആയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്പ്രിംഗ് വാട്ടർ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓഗസ്റ്റൊക്കെ ആകുമ്പോഴാണ് നല്ല വെള്ളമാവുക, വാട്ടർഫോൾസ് പോലെ അങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരിക. എന്നാലും ഇവിടെ
ഇപ്പോൾ ജൂലൈയിലൊക്കെ ചില സ്ഥലങ്ങളിൽ വന്നു തുടങ്ങി. ഇനി ലാസ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന അതിനുകളിലൊക്കെ വെള്ളം ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മൊത്തം അതിനൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നുകൊണ്ടൊന്നും സലാല മുഴുവൻ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെയും വരണം, ഒരു 1 വീക്ക് 2 വീക്കൊക്കെ എടുത്താലാണ് മൊത്തം കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. നല്ല സ്ഥലമാണ്. ഇന്നൊന്നും അത്ര ചാറ്റൽ മഴ തന്നെയാണ്, വലിയ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെയും അങ്ങനെ മോസ്കിറ്റോ ബൈറ്റിങ്ങിൻ്റെ ഒന്നും ശല്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ 3 നമ്മൾ മെയിനായിട്ട് ഐനകളാണ് കവർ ചെയ്തത്. വാട്ടർഫോൾസൊക്കെ ഉള്ള ഏരിയ ഈ സൈഡിൽ, സലാല ഈ സൈഡിൽ മെയിനായിട്ട് ഐനകളുടെ വാട്ടർഫോൾസും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ. അതിപ്പോൾ എല്ലാം ഒന്നും ഒറ്റയടിക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം നെക്സ്റ്റ് ഇനിയും വരാമല്ലോ, ഒമാനിലുണ്ടെങ്കിൽ ഇനിയും വരാം, അപ്പോൾ കാണാമെന്ന് വിചാരിച്ചു. അപ്പം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കവർ ചെയ്തു. ഇന്നിപ്പോൾ 7 സ്ഥലങ്ങളോളം നമ്മൾ കവർ ചെയ്തു. ഇതാണ് ഇവിടെ കണ്ട ഒരു സ്പ്രിംഗ് വാട്ടറിൻ്റെ ഒരു ഏരിയ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു, ആ കേവിലോട്ട് കയറിപ്പോയി. അവിടെയും ജസ്റ്റ് പോയി നോക്കി, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഇതായിരുന്നു ഇന്നത്തെ ഡേ 3യുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.